ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് അസിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മിക്കവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അസിഡിറ്റി. അപ്പോൾ അസിഡിറ്റി മാറാനായിട്ട്, അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി, മാറാനല്ല കുറയ്ക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കുറച്ച് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം അത് നമ്മുടെ ഫുഡിലൂടെ അത് ശ്രദ്ധിച്ചാൽ മാത്രം നമുക്ക് അസിഡിറ്റി കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ ഒരു 2 റെസിപ്പിയാണ് ഞാൻ ഈ ഫസ്റ്റ് വീഡിയോയിൽ ഇടുന്നത്. അപ്പം ഈ കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഗ്രീൻ ടീ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുമാണ് ഞാൻ എൻ്റെ ഈ ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ പിന്നെ വെള്ളം കുടിക്കുക, കുക്കുംബർ ജ്യൂസ് കുടിക്കുക, അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രീൻ ടീ കുടിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഫുൾ ഡേ രാവിലെ നമ്മുടെ വയറ് ആൽക്കലൈൻ ആവും. പക്ഷേ പിന്നെ ഫുൾ ഡേ നമുക്ക് പിന്നെ നമ്മുടെ വയറിന് സൂട്ടബിൾ ആവാത്ത നമ്മൾ അസിഡിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുക. അങ്ങനെ കുറച്ച്, പിന്നെ നമ്മൾ വിശന്നിരിക്കരുത്. അസിഡിറ്റി ഉള്ളവർ ഉച്ചവരെ ഒരു 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ എന്തെങ്കിലും കുറച്ച് ചെറിയ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക. അപ്പം കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുക, ഇടയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കുക, കുറച്ച് സലാഡ് കഴിക്കുക. അങ്ങനെ കുറച്ച് ചില കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അസിഡിറ്റി കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അസിഡിറ്റി മാറാൻ വേണ്ടി നമ്മൾ ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന വിധം. ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ്. നമ്മൾ കുക്കുംബർ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഗ്രീൻ ടീ കുടിക്കുക. ഗ്രീൻ ടീ കുടിക്കുന്നത് നമ്മുടെ വയറ് നല്ല ആൽക്കലൈൻ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ, ഗ്രീൻ ടീ തുളസി ഗ്രീൻ ടീ ഓർഗാനിക് ഗ്രീൻ ടീ തുളസി, ഇതാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു 1/2 സ്പൂൺ എടുക്കുക. 1 കപ്പ് ടീക്ക് ഒരു 1/2 സ്പൂൺ എടുക്കുക. പിന്നെ കരിഞ്ജീരകം, ഇതെല്ലാം മാർക്കറ്റിലും വാങ്ങാൻ കിട്ടുന്നതാണ്. കരിഞ്ജീരകം നമ്മുടെ സാധാരണ ജീരകമില്ലേ, അതല്ലാതെ ബ്രൗൺ കളറ്, ഇത് ഒരു ബ്രൗണിഷ് ബ്ലാക്ക് കളറ് ജീരകം, ഇത് കുറച്ച് ഒരു പിഞ്ചെടുക്കുക. പിന്നെ കരിപ്പെട്ടി, നമ്മുടെ നാട്ടിൽ വാങ്ങാൻ കിട്ടുന്നതാണ് കരിപ്പെട്ടി. ഇത് കുറച്ചെടുക്കുക. മധുരം അധികം വേണ്ട, രാവിലെ കുറച്ചിട്ടാൽ മതി. ഇത് 3ഉം കൂടെ കുറച്ച്, നമ്മുടെ വീട്ടിൽ തുളസി ഉണ്ടെങ്കിൽ പിന്നെ ഒരു 7-8 തുളസി ഇലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക. എല്ലാം കൂടി നല്ലതായിട്ട് ബോയിൽ ചെയ്ത് അരിച്ച്, പിന്നെ കുറച്ച് നെയ്യ്, ഒരു 1/2 സ്പൂൺ ശകലം, 3-4 ഡ്രോപ്പ് നെയ്യ് എടുക്കാവൂ. ആ നെയ്യും കൂടി ഒഴിച്ച്, പിന്നെ അരിച്ചതിന് ശേഷം മാത്രം കുറച്ച് 3-4 ഡ്രോപ്പ് നെയ്യ്. കാരണം ഒരുപാട് നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോളിൻ്റെയൊക്കെ പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നെയ്യ് യൂസ് ചെയ്യാവും. ശകലം നെയ്യും കൂടി ഇട്ട് രാവിലെ കുടിക്കുക. നിങ്ങൾക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലം ഫുൾ ഡേ ഉണ്ടാവുകയില്ല. ഇതുപോലെ നിങ്ങളൊരു ഗ്രീൻ ടീ ഉണ്ടാക്കുക. അതിൽ കുറച്ച് തുളസിയില ഇടുക, ഒരു 2 ഡ്രോപ്പ് നെയ്യ് ഇടുക. കുക്കുംബർ, ക്യാരറ്റ്, 1 അല്ലി വെളുത്തുള്ളി, ഇത്ര സാധനങ്ങൾ മാത്രം മതി. ഇത് എല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് അരിച്ച് അതിൻ്റെ ജ്യൂസ് നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ വെള്ളം 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിനുശേഷം ഈ ജ്യൂസ് കുടിക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിക്കുക. ആ ഗ്രീൻ ടീയുടെ റെസിപ്പി ഞാനിടാം. ഇതുപോലൊരു ജ്യൂസ് നിങ്ങൾ കുടിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വയറ് നല്ല ആൽക്കലൈൻ മീഡിയത്തിലോട്ട് പോകും. അപ്പം ഫസ്റ്റ് നമ്മൾ രാവിലെ കഴിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ വയറ് എങ്ങനെ ഫുൾ ഡേ അങ്ങനെ പോകും. അപ്പം വയറ് നമ്മൾ ആദ്യം തന്നെ ആൽക്കലൈനായിട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഈ ജ്യൂസ്, ഇതിനകത്ത് ഒരു പിഞ്ച് ടേസ്റ്റ് വേണ്ടവർക്ക് ഒരു പിഞ്ച് ഉപ്പൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. ഒരു പിഞ്ച് ഇട്ടാൽ മതി. അതുപോലെ വെളുത്തുള്ളി കൂടുതലുണ്ടാവും, 1 അല്ലി വെളുത്തുള്ളി ഇട്ടാൽ മതി. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യണേ.
അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കണേ. ഞാൻ എൻ്റെ സ്റ്റൈലിലുള്ള കുക്കിങ് എന്ന് വെച്ചാൽ ഹെൽത്തി കുക്കിംഗ്. ഇപ്പം നമ്മുടെ ഫുഡിലൂടെയാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത്, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഹെൽത്തി സ്റ്റൈലുള്ള ഒരു കുക്കിങ്ങാണ് ഞാൻ ഈ വീഡിയോസിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്കൊരു ബൊട്ടീക്കുണ്ട്. അപ്പോൾ ബൊട്ടീക്കിലെ വിശേഷങ്ങൾ എല്ലാം ഞാൻ ഈ ചാനലിലൂടെ ഞാൻ കാണിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് ഈ ചാനൽ ഞാൻ തുടങ്ങുന്നത്. ഫസ്റ്റ് ടൈമാണ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ.